സർ തരെ നോ കൺട്രി ഫോർ ഓൾഡ് മാൻ. ഇതൊരു ഒരുപാട് അവാർഡ്സ് ഗ്രാമീസ് ഒക്കെ വാങ്ങിച്ചു കൂട്ടിയ ഒരു സൈക്കിക് ത്രില്ലറാണ്. സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് ഇതിലെ നായൻ ഒരു സീരിയൽ കില്ലർ പ്ലസ് ഒരു സൈക്കോ ആണ്. ഇത് 2020 2018 കണ്ട ഇതിലൊരു സ്റ്റഡി നടന്നു. ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് സൈക്കോട്ടിക് ആയിട്ടുള്ള ക്യാരക്ടറിനെ പോർട്രേ ചെയ്ത സിനിമയിൽ ഈ പടത്തിലെ കഥാപാത്രമാണ് ആക്ച്വലി ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് വന്നത്. അപ്പം ഇതിലൊരു സീരിയൽ കില്ലർ കഥാപാത്രമുണ്ട്. ഒരു പൈസയുടെ പുറകിൽ പോകുന്ന കുറച്ച് കഥാപാത്രങ്ങളെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് നറേറ്റീവ് ഒക്കെ ഭയങ്കര ഡിഫറൻ്റ് ആണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ അവാർഡ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട സിനിമകൾ കാണാനുള്ള ഒരു ക്വസ്റ്റിലാണ്. അപ്പോൾ അതിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നല്ല വെറൈറ്റി ആണെന്ന് തോന്നുന്ന സിനിമകളാണ് ഞാൻ സജസ്റ്റ് ചെയ്ത് തരുന്നത്. സോ നോ കൺട്രി ഫോർ ഓൾഡ് മാൻ 2007 ഇറങ്ങിയ സിനിമയാണ്. ഇത് ഭയങ്കര സ്ലോ പൈസ് ആയിട്ട് പോകുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു വേ ഓഫ് ടെല്ലിംഗ് അത് ഭയങ്കര വെറൈറ്റിയാണ്. വെസ്റ്റേൺസ് നിങ്ങൾക്കറിയില്ല, കൗബോയ്സ് ഒക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ആ ഒരു സ്ഥലത്ത് നടക്കുന്ന ആ ഒരു പ്രദേശത്ത് നടക്കുന്ന സിനിമയാണ്. ഒരു ഷൂട്ട് ഔട്ടിൽ കുറച്ച് പൈസ ഒരാൾക്ക് കിട്ടുന്നു. ഒരു ഹണ്ടറാണ് പുള്ളി ആ പൈസ കിട്ടുന്നതിന് തുടർന്ന് അയാൾക്ക് പുറകിൽ വരുന്ന പ്രശ്നങ്ങളും അയാളുടെ സാധനങ്ങളും. ഇതിന്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വില്ലനാണ് ഇതിലെ നായകൻ. ഇതിന്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നായക കഥാപാത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇതിലൊരു വില്ലനുണ്ട്. ആ ഒരു സീരിയൽ കില്ലർ പുള്ളീനെ റെപ്രസെന്റ് ചെയ്താൽ പുള്ളിക്ക് ചുറ്റുമാണ് ഈ കഥ നടക്കുന്നത്. അയാളുടെ ഒരു സ്വഭാവം, അത് ഭയങ്കര സട്ടിലായിട്ടാണ് ഈ കഥ പറയുന്നത്. പക്ഷേ നമുക്കങ്ങനെ ഭയങ്കര വയലൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ വയലൻസ്, വെടിവെപ്പ്, ഷൂട്ടൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വേ ഓഫ് ടെല്ലിംഗ് ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഒരുപാട് ഗ്രാമി അവാർഡ്സ് കിട്ടിയ ഒരു സിനിമയാണ് കേട്ടോ. അത് ആക്ച്വലി നല്ല രസമുള്ളൊരു പടമാണ്. അപ്പോൾ നിങ്ങൾക്ക് റെക്കമെൻഡ് നിങ്ങൾ പോയി കണ്ടു നോക്കൂ. ആമസോൺ പ്രൈമിൽ അത് അവൈലബിൾ ആണ്. എനിക്കൊരു വ്യത്യസ്ത അനുഭവം, ആ സിനിമ കണ്ടതിന് ശേഷം എനിക്കൊരു വ്യത്യസ്ത അനുഭവം. കാരണം ഇതിലെ കഥാപാത്രം, സൈക്കോട്ടിക് ആയിട്ടുള്ള ആ കഥാപാത്രം, പുള്ളിക്കൊരു കോഡുണ്ട്. ആ കോഡ് വെച്ചിട്ടാണ് പുള്ളി കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അതൊരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള മെന്റാലിറ്റി ഉള്ള ഒരു സൈക്കിക് കഥാപാത്രമാണ്. പുള്ളിക്ക് ബ്ലഡ് പുറത്ത് തെറിക്കുന്ന ഇഷ്ടമല്ലേ. അതിലൊരു സീനുണ്ട്. ഒരാളെ ബാത്ത് ടബിനകത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കൊല്ലുമ്പോഴത്തേക്ക് അയാൾ ബ്ലഡ് തെറിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ മറ്റേ ആ ബാത്ത് ടബിൻ്റെ മാറ ഇങ്ങനെ നീക്കിയിട്ട് വെടിവെച്ച് പോലും. അതായത് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, നമ്മൾ ശ്രദ്ധിച്ച് നോക്കാൻ മനസ്സിലാവും. അതുപോലെ ഒരു ലേഡി കഥാപാത്രത്തെ കൊന്നിട്ട് വെളിയിറങ്ങുമ്പോൾ പുള്ളി ഇങ്ങനെ ഷൂസ് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്, ബ്ലഡ് സ്പില്ലായിട്ടുണ്ടോ തെറിച്ചിട്ടുണ്ടോ എന്നൊക്കെ. സോ അങ്ങനത്തെ മൈനോട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തുള്ള ഒരു വളരെ നല്ലൊരു സിനിമ. നിങ്ങളെല്ലാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ കണ്ടവരുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തൂ.